ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കുറുകിയ ചാറോട് കൂടിയ മീൻ മുളകിട്ട റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. റെസിപ്പിക്ക് പോണതിൽ ഉൾപ്പെട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് നല്ല കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷാണ്. ഇത് വന്നിട്ട് നല്ല വലിയ വറ്റ മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 2 നുള്ളു ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ സവാള കലം കുറച്ചരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് സവാള നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് മൊരിഞ്ഞൊന്നും പോകണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2.5 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല പഴുത്ത തക്കാളി നോക്കി തന്നെ എടുക്കുക. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം, നന്നായിട്ട് വെന്തലിഞ്ഞ് കിട്ടണം. അതിനായിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികൾ ആഡ് ചെയ്യുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ആഡ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ച കുടംപുളി, അതിൻ്റെ വെള്ളം കൂടി ആഡ് ചെയ്യുക. ഒരു 3 അല്ലി കുടംപുളി എടുത്തിട്ടുണ്ട്, അതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം, നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണം മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് മുക്കി കൊടുക്കുക. ചാറിൽ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കണം. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മളിതിലേക്ക് തവി വെച്ച് ഇളക്കണ്ട, ജസ്റ്റ് കലമൊന്ന് പിടിച്ച് ചെറ്റിച്ച് കൊടുത്താൽ മതി. അവസാനമായിട്ട് നമ്മളൊരു പകുതി തക്കാളി അരിഞ്ഞത് കൂടി മുകളിലിട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മീൻ മുളകിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മീൻ മുളകിട്ടാണ്, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.